ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്യുന്നതിനിടെ മദീനയിൽ കനത്ത മഴ. ജനുവരി 6 തിങ്കളാഴ്ച പുലർച്ചെ മദീന നഗരം ആലിപ്പഴ വർഷത്തിനും ഇടിമിന്നലിനും ശക്തമായ മഴയ്ക്കുമാണ് സാക്ഷ്യം വഹിച്ചത്. ജിദ്ദയിലും മക്കയിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാഷണൽ സെന്റർ ഓഫ് മെട്രോളജി വിഭാഗം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇടിമിന്നലുണ്ടാകുമെന്ന പ്രവചനങ്ങൾക്കിടയിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ശനിയാഴ്ച പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള താഴ്വരകളും സ്ഥലങ്ങൾ ഒഴിവാക്കാനും പ്രത്യേകിച്ച് നീന്തലിനായി സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുക്കാനും ആവശ്യപ്പെട്ടു. ബുധനാഴ്ച വരെ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഇടിമിന്നലുണ്ടാകുമെന്നത് പ്രവചിക്കപ്പെട്ടതിനാൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത നിർദ്ദേശങ്ങൾ ആളുകൾ ശ്രദ്ധിക്കണമെന്നും സിവിൽ ഡിഫൻസ് അഭ്യർത്ഥിച്ചു. സൗദി സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വൈകിപ്പോകൽ തുടർക്കഥയാകുന്നു. ഏറ്റവും ഒടുവിൽ കോഴിക്കോട് നിന്നും റിയാദിലേക്കുള്ള വിമാനമാണ് വൈകിയത്. പൈലറ്റ് എത്താൻ വൈകിയത് കൊണ്ട് 6 മണിക്കൂർ വൈകിയാണ് വിമാനം പുറപ്പെട്ടത്. കരിപ്പൂരിൽ നിന്നും ശനിയാഴ്ച രാത്രി 8 മണിക്ക് റിയാദിലേക്ക് പുറപ്പെടേണ്ട IX321 വിമാനം ഞായറാഴ്ച പുലർച്ചെ 2 മണിക്കാണ് യാത്ര തിരിച്ചത്. അപ്പോഴേക്കും 6 മണിക്കൂർ വൈകി. അതിന് 3 മണിക്കൂർ മുമ്പേ എയർപോർട്ടിൽ എത്തിയതിനാൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 300ഓളം യാത്രക്കാർ ആകെ 9 മണിക്കൂറാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ മാത്രം ദുരിതമനുഭവിച്ചത്. വൈകി പുറപ്പെട്ട വിമാനം റിയാദിലെത്തിയത് പിറ്റേന്ന് വളരെ വൈകിയാണ്. ഇതുമൂലം ഞായറാഴ്ച ജോലിയിൽ ഹാജരാകേണ്ട നിരവധി ആളുകൾക്കും സ്കൂളിലെത്തേണ്ട വിദ്യാർത്ഥികൾക്കും അതെല്ലാം മുടങ്ങി. സൗദി സ്കൂളിൽ ശൈത്യകാല ഹ്രസ്വ അവധി കിട്ടിയതിനാൽ നിരവധി കുടുംബങ്ങൾ അവധിക്കാലം ചെലവഴിക്കാൻ നാട്ടിലേക്ക് പോയിരുന്നു. കുറഞ്ഞ ദിവസത്തെ അവധിക്ക് ശേഷം തിരിച്ചുള്ള യാത്രയിലാണ് ഈ ദുരനുഭവമുണ്ടായത്. സൗദി വിമാനത്താവളങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വാർഷിക പ്രവർത്തന നിരക്ക് ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ രേഖപ്പെടുത്തി. 2024 യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് നേട്ടമാണ് എയർപോർട്ട് കൈവരിച്ചത്. 2023 അപേക്ഷിച്ച് 14% വളർച്ചയും രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം വിമാനത്താവളം വഴി സർവീസ് നടത്തിയ യാത്രക്കാരുടെ എണ്ണം 49.1 ദശലക്ഷത്തിലധികമാണെന്നും അധികൃതർ അറിയിച്ചു. മൊത്തം ഫ്ലൈറ്റുകളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവും എയർപോർട്ട് റിപ്പോർട്ട് ചെയ്തു. 2,78,000-ലധികം പറക്കലുകളാണ് വർഷം നടത്തിയത്. മുൻ വർഷത്തേക്കാൾ 11% വർധനവ് ഈ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. കൂടാതെ 21% പ്രവർത്തന വളർച്ചയോടെ 47.1 ദശലക്ഷം ബാഗുകൾ വിമാനത്താവളം കൈകാര്യം ചെയ്തു. 1,74,600-ലധികം യാത്രക്കാർക്ക് സേവനം നൽകിയ 2024 ഡിസംബർ 31 വിമാനത്താവളത്തിലെ ഏറ്റവും തിരക്കേറിയ ദിവസം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 ഡിസംബർ മാസം വിമാനത്താവളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും തിരക്കേറിയ മാസമായും മാറി. 4.7 ദശലക്ഷം യാത്രക്കാരാണ് കഴിഞ്ഞ വർഷം അവസാന മാസത്തിൽ എയർപോർട്ട് ഉപയോഗിച്ചത്. എമിറേറ്റ്സ് A380 വിമാനം അപകടത്തിൽപ്പെട്ട് തകർന്നു വീഴുന്ന ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ വ്യാജമായി നിർമ്മിച്ചതാണെന്നും അതിലെ ഉള്ളടക്കം കെട്ടിച്ചമച്ചതും അസത്യവുമാണെന്നും എയർലൈൻ അധികൃതർ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയെക്കുറിച്ചുള്ള പ്രതികരണത്തിലാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. വീഡിയോ നീക്കം ചെയ്യുകയോ തെറ്റായതും ഭയപ്പെടുത്തുന്നതുമായ വിവരങ്ങൾ പ്രചരിക്കുന്നത് ഒഴിവാക്കാൻ ഡിജിറ്റലായി സൃഷ്ടിച്ച ഫുട്ടേജാണ് അതെന്ന് വ്യക്തമാക്കുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തങ്ങൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും എയർലൈൻസ് അധികൃതർ അറിയിച്ചു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങളിൽ നിന്നും പ്രതികരണം ലഭിച്ചിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു. 2025 ജനുവരിയിലെ കണക്കനുസരിച്ച് 116 എയർബസ് A380 വിമാനങ്ങൾ എമിറേറ്റ്സ് എയർലൈൻ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഈ മോഡൽ വിമാനങ്ങൾ ഏറ്റവും കൂടുതലുള്ളതും എമിറേറ്റ്സ് എയർലൈൻസിലാണ്. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സുരക്ഷയാണ് പ്രാധാന്യമെന്നും എയർലൈൻസ് അറിയിച്ചു. ഇത്തരം കാര്യങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കമ്പനി കൈകാര്യം ചെയ്യുന്നത്. യഥാർത്ഥ വിവരങ്ങൾക്കായി എല്ലാ ഉപഭോക്താക്കളുടെ ഔദ്യോഗിക ഉറവിടങ്ങൾ പരിശോധിക്കാനും റഫർ ചെയ്യാനും കമ്പനി അഭ്യർത്ഥിച്ചു. വിമാനത്തിൽ വച്ച് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ മലയാളി യാത്രക്കാരനെതിരെ കേസെടുത്തു. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ദോഹയിൽ നിന്നുമെത്തിയ തൃശൂർ സ്വദേശിക്കെതിരെയാണ് കേസെടുത്തത്. മദ്യപിച്ച ഇയാൾ വിമാനത്തിൽ വെച്ച് ബഹളമുണ്ടാക്കുകയായിരുന്നു.
യാത്രക്കാർക്ക് അസൗകര്യമുണ്ടാക്കിയ ഇദ്ദേഹത്തിനെതിരെ വിമാനയാത്രക്കാരുടെ പരാതിയെ തുടർന്നാണ് നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തത്. തൊഴിൽ താമസ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിശോധനാ നടപടികൾ തുടരുന്നു. 19,541 നിയമലംഘകരാണ് ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെ പിടിയിലായത്. സുരക്ഷാ സേനയുടെ വിവിധ യൂണിറ്റുകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംയുക്തമായി നടത്തിയ ഫീൽഡ് പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. ഇതിൽ 11,402 പേർ ഇഖാമ പുതുക്കാതെയും മറ്റ് താമസ നിയമങ്ങൾ ലംഘിച്ചവരുമാണ്. 4,775 അതിർത്തി സുരക്ഷാ ലംഘകരും 3,364 തൊഴിൽ നിയമലംഘകരുമാണ്. അനധികൃതമായി രാജ്യത്തേക്ക് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 953 പേർ അറസ്റ്റിലായി. ഇതിൽ 58% പേർ എത്യോപ്യൻ പൗരന്മാരാണ്. ബാക്കിയുള്ളവരിൽ 40% യമനികളും 2% മറ്റ് രാജ്യക്കാരുമാണ്. അനധികൃതമായി രാജ്യത്ത് നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 129 പേർ അറസ്റ്റിലായി. താമസ, ജോലി, അതിർത്തി സുരക്ഷാ നിയമലംഘകർക്ക് വിവിധ സഹായങ്ങൾ നൽകിയ 27 പേരെയും പിടികൂടി. നിലവിൽ നിയമ നടപടികൾ നേരിടുന്ന 33,733 നിയമലംഘകരിൽ 30,724 പുരുഷന്മാരും 3,009 സ്ത്രീകളും ഉൾപ്പെടുന്നു. പിടിക്കപ്പെട്ട വിദേശികളിൽ 22,827 പേരെ അവരുടെ യാത്രാരേഖകൾ ലഭിക്കുന്നതിന് അതത് രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് റഫർ ചെയ്തു. ഇവരിൽ 5,365 പേരെ നിലവിൽ തിരിച്ചയക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 8,954 പേരെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടികളെല്ലാം പൂർത്തിയാക്കി നാടുകടത്തുകയും ചെയ്തു. അതേസമയം അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച് രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവർക്ക് സൗകര്യമൊരുക്കുകയോ യാത്രാ സൗകര്യമോ അഭയമോ ഏതെങ്കിലും വിധത്തിൽ സഹായമോ സേവനമോ നൽകുകയോ ചെയ്യുന്നവർക്ക് 15 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഒപ്പം 10 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തുകയും ചെയ്യും. പ്രതികളുടെ പേരുകൾ പ്രാദേശിക മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തും. കൂടാതെ അവർ അനധികൃത കടത്തിന് ഉപയോഗിച്ച വാഹനങ്ങൾ, താമസത്തിനായി ഉപയോഗിച്ച വീടുകൾ തുടങ്ങിയവ കണ്ടുകെട്ടും. നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ മക്ക, റിയാദ് എന്നീ പ്രവിശ്യകളിൽ നിന്നുള്ളവർ 911 എന്ന നമ്പറിലും മറ്റ് പ്രവിശ്യകളിൽ നിന്നുള്ളവർ 999 അല്ലെങ്കിൽ 996 എന്നീ നമ്പറുകളിലും ബന്ധപ്പെടണമെന്ന് മന്ത്രാലയം അധികൃതർ അറിയിച്ചു. ഇന്ത്യയിലെ 2 വിമാനത്താവളങ്ങളിൽ നിന്നും പ്രവർത്തിക്കാനുള്ള കരാറിൽ എയർ കേരള ഒപ്പുവെച്ചു. ദുബൈയിലെ ബിസിനസ്സുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സെറ്റ് ഫ്ലൈ ഏവിയേഷൻ കമ്പനിയാണ് എയർ കേരള വിമാന സർവീസ് ആരംഭിക്കുന്നത്. കേരളത്തിലെ കണ്ണൂരിലെയും കർണാടകയിലെ മൈസൂരുവിലെയും വിമാനത്താവളങ്ങളുമായാണ് എയർ കേരള കരാർ. ഈ വർഷം ജൂണോടെ ആഭ്യന്തര സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പനി.